നമസ്കാരം. കാസർഗോഡ് പൈവളിക സ്വദേശികളായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഞെട്ടലോടെയാണ് പ്രദേശവാസികൾ കേട്ടത്. ഫെബ്രുവരി 12-ന് പുലർച്ചെ വീട്ടിൽ നിന്ന് കാണാതായ 15-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു ദിവസങ്ങളോളം ആ നാട് മുഴുവൻ. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് 26 ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെയും അയൽവാസി പ്രദീപിനെയും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള കാട്ടിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഫെബ്രുവരി 11-ന് സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ലെന്ന വിവരം അനുജത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നാണ് മകൾ പുറത്തേക്ക് പോയതെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായി. പിന്നീട് തിരച്ചിലായിരുന്നു. പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയി. കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നത്. പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറായ പ്രദീപിലേക്ക് നീണ്ടു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വിശ്വസ്തനായിരുന്നു പ്രദീപ്. പെൺകുട്ടിയുടെ അച്ഛനായ പ്രിയേഷിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് പ്രദീപായിരുന്നു. ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. കുട്ടിയെ കാണാനില്ലെന്ന വിവരമറിഞ്ഞപ്പോൾ പിതാവ് ആദ്യം ഫോൺ ചെയ്തത് പ്രദീപിനായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് ആദ്യം പോലീസ് സംശയിച്ചത്. ഇയാളുടെ ഫോണും 12-ാം തീയതി സ്വിച്ച് ഓഫ് ആയി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കൂർഗിലെയും ബന്ധുവീടുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെ വിവരമറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് SP-ക്ക് അപേക്ഷയും നൽകിയിരുന്നു. ഞായറാഴ്ച 7ഓളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് 90 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിൽ വ്യാപക തിരച്ചിൽ നടത്തി. ഈ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. ഇതോടെയാണ് ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തിയത്. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു 15-കാരി. തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത്. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റൊരു വസ്തുക്കളും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. 10ാം ക്ലാസ് മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കൽ പരീക്ഷയും പെൺകുട്ടി എഴുതിയിരുന്നു. SSLC പരീക്ഷയ്ക്ക് എത്താതിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ പെൺകുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതിയും നൽകിയിരുന്നു.